ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ആദ്യം ചിക്കൻ കഴുകി നന്നായി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇതിലേക്ക് ആവശ്യമായിട്ട് വലിയ ഉള്ളിയാണ് നമ്മൾ എടുത്തത്, അതായത് സബോള എടുത്തേക്കത്. ഏകദേശം ഒരു 5-6 വലിയ സബോളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് നീളനെ തന്നെ അരിയുക. ഇതൊരു പ്രത്യേക തരം സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. നമ്മൾ നോർമലിൽ വെക്കുന്നതിൽ നിന്ന് മാറി വേറൊരു രീതിയിലാണ് ഈ ചിക്കൻ കറി ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളിത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എല്ലാ സബോളയും നീളനെ അരിഞ്ഞ് വെച്ച ശേഷം ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇത് നമുക്കൊന്ന് വിടർത്തിയെടുക്കണം. അതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം. നമുക്ക് മെയിനായിട്ട് ഈ സബോള പൊരിച്ചാണ് എടുക്കേണ്ടത്. അതാണ് ഞാൻ സ്പെഷ്യൽ ചിക്കൻ കറി എന്ന് പറഞ്ഞത്. ഇത് നന്നായിട്ട് കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. നന്നായിട്ട് അപ്പോൾ ഏകദേശം ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ കറി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആവശ്യമായ പൊടികളെല്ലാം തന്നെ ചേർത്ത് ഒപ്പം ഈ പൊരിച്ചു വെച്ച സബോളയും കറിവേപ്പിലും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. നന്നായിട്ട് എല്ലാ ചിക്കനിലും എത്തിച്ചേരണം ഇത്, പൊടികളും അതുപോലെ പൊരിച്ചു വെച്ചതെല്ലാം. അതിനുശേഷം ഇതിന് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. കറക്റ്റ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം പിന്നെയാണ് നമുക്ക് അടുത്ത വർക്ക് വരുന്നത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ വെള്ളം ചേർക്കരുത്. നമ്മുടെ ഫൈനൽ ചിക്കൻ ഇവിടെ റെഡിയാണ്.